ഇപ്പോ സമയം രാത്രി 12:18 ഈ സമയത്തും ഒരു വ്യക്തിയുടെ വീഡിയോ എടുക്കണമെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇത് അർജുൻ, ഒരു PSC റാങ്ക് ഹോൾഡറാണ്. അദ്ദേഹത്തിന്റെ മുഖം മനഃപൂർവ്വം കവർ ചെയ്തിരിക്കുന്നതാണ്. കാരണം നാളെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ജോലിയിലടക്കം പ്രവേശിച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. ഈ രാത്രി തന്നെ ഇത് ചെയ്യുന്നത് ഇവരുടെ ആ വേദനയും വിഷമവും കഴിയുന്നത്ര വേഗം ലോകത്തെ അറിയിക്കാനാണ്. ഞാൻ 2 ദിവസങ്ങളിലേക്ക് യാത്ര ആയതുകൊണ്ടില്ല. അപ്പൊ ഇവർക്ക് എന്താ പറയുക, അത്രയും പെട്ടെന്ന് ലോകത്തിൽ അറിയിക്കണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അർജുൻ, നിങ്ങളുടെ വിഷമങ്ങളും പ്രത്യേകതകളും കാര്യങ്ങളും പറയാം. നിങ്ങൾക്ക് കേരളത്തോട് പറയാനുള്ളതും പറയാം. കേരളത്തില് പലപ്പോഴും CJP പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചവരോട് പലരും ചോദിക്കാറുണ്ട്, PSC അടക്കമുള്ള കേരളത്തിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല. തീർച്ചയായിട്ടും ഇടപെടണം. അവരുടെ വിമർശനം കാര്യമായി സ്വീകരിക്കുന്നു. മറ്റേതിന് വേണ്ട രീതിയിൽ മാധ്യമ ശ്രദ്ധയും ദേശീയ കേരള മാധ്യമ ശ്രദ്ധ കിട്ടുന്നതുകൊണ്ടാണ് CJPക്ക് വേണം. സമാനമായ മാധ്യമ ശ്രദ്ധ ഇവർ ഉയർത്തുന്ന ശക്തമായ പ്രശ്നങ്ങൾക്ക് വേണം. നമ്മളോടൊപ്പം അർജുനാണ്. അർജുൻ ഒരു PSC റാങ്ക് ഹോൾഡർ ആണ്. അർജുൻ, ദ സ്പേസ് ഈസ് ഓൾ യുവേഴ്സ്. പറയണം, എന്താ നിങ്ങളുടെ പ്രശ്നം? സർ, ആക്ച്വലി ഞാൻ കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു. കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ്. ഒരു പ്രിലിംസും മെയിൻസും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത്. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പൊ 2.5 കൊല്ലം കഴിഞ്ഞു. ഇനി ഒരു 5 മാസം കൂടെയാണ് റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളൂ. ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വലിയൊരു സത്യം മനസ്സിലാക്കിയത്. കാരണം KSRTC, കേരള സിഡ്കോ, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ബാംബു കോർപ്പറേഷൻ തുടങ്ങിയ ഒരുപാട് ബോർഡുകളാണ് ഇതിലേക്ക് വേക്കൻസികൾ തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബഹുഭൂരിപക്ഷം, ഒരു സിംഹഭാഗം വേക്കൻസി തരുന്നത് KSRTC ആണ്. കഴിഞ്ഞ ലിസ്റ്റുകളിലൊക്കെ KSRTC 700ഉം 750ഉം അഡ്വൈസുകൾ അയച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് ഇരുന്നത്. 1800ഓളം പേര് മെയിൻ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ KSRTC ഇന്നേ വരെ ഈ 2.5 കൊല്ലത്തിൽ ഒരു വേക്കൻസി പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടില്ല. RTI തെളിവ് പ്രകാരം വേക്കൻസി ഇല്ലാതെയല്ല, 300+ ജൂനിയർ അസിസ്റ്റന്റ് വേക്കൻസി, 300ന് മുകളിൽ ജൂനിയർ അസിസ്റ്റന്റ് വേക്കൻസി RTI തെളിവ് പ്രകാരം KSRTCയിലുണ്ട്. അതിൽ ഏറ്റവും വലിയ സർഗാസം എന്ന് പറയുന്നത് 200ൽ താഴെ താൽക്കാലികക്കാര്. ഞങ്ങൾ ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം 200ലെ താഴെ താൽക്കാലികക്കാർ ഞങ്ങളുടെ പോസ്റ്റിൽ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതും യാതൊരുവിധ ഗൈഡ് ലൈൻസും ഇല്ലാതെ ടെമ്പററിക്കാര്, പൊളിറ്റിക്കൽ ബയാസ് ആയവരെ അവിടെ വെച്ച് ഞങ്ങളെ നോക്കിക്കൂട്ടിയാക്കിയിട്ട് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരള സിഡ്കോ 55 LDC വേക്കൻസിയാണ് ഇപ്പോൾ അവിടെ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നത്. ഇതൊക്കെ തെളിവ് സഹിതമാണ് സാർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ വേക്കൻസിയും തെളിവ് സഹിതം, RTI സഹിതമാണ്. യുണൈറ്റഡ് ഇലക്ട്രിക്കലില് 7 ജൂനിയർ അസിസ്റ്റന്റ് വേക്കൻസി, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 15ന് താഴെ LDC വേക്കൻസി, ബാംബു കോർപ്പറേഷനിലെ 8 ഡിപ്പോർട്ട് അസിസ്റ്റന്റ് വേക്കൻസി. ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട വേക്കൻസികളാണ്. ഒരെണ്ണം പോലും 2.5 കൊല്ലം നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടില്ല. നമ്മൾ ഈ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങുമ്പോൾ നമ്മളോട് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തരാൻ പറ്റുമെന്നാണ്. പുതിയ ഗവൺമെന്റ് വന്നു, ബഹുമാനപ്പെട്ട CM നമുക്ക് 3 ആഴ്ചക്കുള്ളിൽ എല്ലാ വേക്കൻസീസും റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് സർക്കുലർ ഇഷ്യൂ ചെയ്തു. നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു ഈ 3 ആഴ്ചക്കകം. കാരണം പേപ്പറിലുള്ള വേക്കൻസിയാണ് ഇതൊക്കെ. RTI തെളിവ് പ്രകാരം നമുക്കിത് വരും എന്ന പ്രതീക്ഷയിൽ നമ്മൾ നിന്നു. 3 ആഴ്ചയും കഴിഞ്ഞപ്പോ 4 ആഴ്ചയും കഴിഞ്ഞു. KSRTCയുടെ വരാന്ത കയറി ഞങ്ങൾ മടുത്തു. ഇത്രയും ബൾക്ക് വേക്കൻസി അവിടെ കെട്ടി കിടക്കുന്നത്. അത് വന്നാൽ ഞങ്ങള് പകുതിക്ക് മുകളിൽ പേർക്ക് ജോലി കിട്ടും. അപ്പൊ അവിടെ ചെന്നപ്പോ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത് PSCയിലേക്ക് വിടേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ അത്രയും വലിയൊരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞത് യാതൊരു കാരണവശാലും ഇത് PSCയിലേക്ക് വിടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഈ പേപ്പറും RTI തെളിവുകളും CMന്റെ സർക്കുലറും അവിടെ സമർപ്പിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു, സർക്കുലറൊക്കെ ഗവൺമെന്റിന്റെ ഒരു പേപ്പർ മാത്രമാണ്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ബോർഡും കോർപ്പറേഷനുമാണ്. ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിഡ്കോയും അതുപോലെ തന്നെ 55 വേക്കൻസി ഉണ്ട്. ഞങ്ങൾ അവിടെ പോയി ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ ഒരു പേപ്പർ ഇൻഡസ്ട്രീസിലേക്ക് അയച്ചു എന്ന് പറയും. ഇൻഡസ്ട്രീസിൽ ചെല്ലുമ്പോൾ പറയും ഇവിടെ അങ്ങനെ ഒരു പേപ്പർ വന്നിട്ടില്ല എന്ന് പറയും. 55 വേക്കൻസി LDCയിലുണ്ട്, അവിടെയും തരുന്നില്ല. ബാക്കി ഞാൻ ഈ പറഞ്ഞ വേക്കൻസികളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ് നമുക്ക് തരാതിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. കാരണം ഈ KSRTC പോലത്തെ ഇത്രയും വലിയൊരു സ്ഥാപനത്തില് PSCയിലേക്ക് വിടേണ്ട ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഡയറക്ടറായിട്ട് ഈ കണക്കുകൾ എടുത്ത് PSCയിലേക്ക് വേക്കൻസി വിടേണ്ട ഉദ്യോഗസ്ഥൻ പോലും PSC മുഖാന്തരം നിയമിക്കപ്പെട്ട ആളല്ല. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡില് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇത്ര നാൾ ഉണ്ടായിരുന്നത് അതും PSC മുഖാന്തരം നിയമിക്കപ്പെട്ട ആൾക്കാരല്ല. ഒരു PSC മുഖാന്തരം നിയമിക്കപ്പെട്ട ഒരു ഓഫീസർക്കാണ് PSC എഴുതി കഷ്ടപ്പെട്ട് പ്രിലിംസും മെയിൻസും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ രാത്രികൾ പകലുകളാക്കിയിരുന്ന് പഠിച്ചിട്ടാണ് ഇത്രയും വലിയ ലിസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത്. ആ വേദന മനസ്സിലാവുള്ളൂ. ഒരർത്ഥത്തിൽ സർക്കാർ തലത്തിൽ സർക്കാർ നടത്തുന്ന തട്ടിപ്പാണ് അല്ലേ ഇത്? അതായത് ഇത്രയും സീരിയസ് ആണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇത്രയും കാര്യമായിട്ട് മാധ്യമങ്ങളിൽ നിൽക്കുന്നെങ്കിലും ഇത്രയും സീരിയസ് ആണ് വിഷയം എന്ന് അറിഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിരുന്നു. PSC പഠിക്കുന്നവർക്ക് അറിയാം. കാരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോച്ചിങ് സെന്ററുകളും ആഘോഷകരമാക്കിയിരുന്ന ഒരു എക്സാം ആയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്.
അതുകൊണ്ട് തന്നെ അവര് ഒരു പ്രൊട്ടസ്റ്റിനോ കാര്യങ്ങൾക്കൊന്നും പോവാത്തൊന്നും പൊതുജനം അറിയുന്നില്ല എന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇത് വരും എന്ന് പ്രതീക്ഷിച്ചു. കാരണം 3 ആഴ്ച കൊണ്ട് വരുന്ന നമ്മളൊക്കെ പ്രതീക്ഷിച്ച CM-ന്റെ ഓർഡർ പ്രകാരം. കാരണം പേപ്പറിലുള്ള വാക്കൻസി ആണല്ലോ, തെളിവ് സഹിതം. ഇത് വരുന്നില്ല എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച തന്നെ ഡിപ്രഷനിൽ പോയ സ്ത്രീകൾ, നമ്മുടെ ഇപ്പൊ മരുന്ന് കഴിക്കുന്ന കഴിഞ്ഞ ആഴ്ച കൊണ്ട് മരുന്ന് കഴിക്കുന്ന ഡിപ്രഷനിൽ പോയ ലിസ്റ്റിലുള്ള സ്ത്രീകൾ എനിക്ക് പേഴ്സണലി അറിയാം. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, അർജുന്റെ പേര് പറയാൻ അർജുൻ അനുവദിച്ചു, അതുകൊണ്ട് അർജുന്റെ പേര് പറയുന്നത്. അർജുന്റെ ഐഡന്റിറ്റി മുഖം മാത്രം മറയ്ക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അർജുൻ മനോഹരമായി സംസാരിക്കും. ഒരുപക്ഷെ ഉള്ളിലെ ധാർമ്മിക രോഷം കൊണ്ടാകാം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ടാകാം. പക്ഷെ അർജുൻ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ വരച്ച് കാട്ടുന്നുണ്ട്. അർജുൻ 1-2 ഉദ്യോഗസ്ഥരുടെ പേരും പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യ ഘട്ടത്തിൽ നമ്മൾ ആ പേര് പറയണ്ട. കാര്യം വേറൊന്നും കൊണ്ടല്ല, അവരൊക്കെ ഉദ്യോഗസ്ഥ സ്ഥാനം ഇരിക്കുന്നതാണ്. ഇവർക്ക് എന്തെങ്കിലും ദ്രോഹം ഭാവി ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. ചില ആൾക്കാർ മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും മനഃപൂർവ്വം ഇവരെ ജോലിയിൽ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർ പലരും PSC വഴി വന്നവരല്ല. രാഷ്ട്രീയ പിൻവാതിൽ നിയമങ്ങളടക്കം അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് അവരുടെ പേരടക്കം പറഞ്ഞ് പറയാം. തീർച്ചയായിട്ടും ആദ്യ ഘട്ടത്തിൽ ആയതുകൊണ്ട് വേണ്ട. അരുൺ, അപ്പോ കേരള ജനങ്ങളോട് അരുൺ എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് നിങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുക? നമ്മളിപ്പോ UPSTയിലെ ടീച്ചർമാരുടെ കാര്യം ചെയ്യുന്നു, UP സ്കൂൾ ടീച്ചേഴ്സിന്റെ. അവരും ഇപ്പോൾ അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. കാര്യം നമ്മുടെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. സ്വകാര്യ മേഖലയിലെ ജോലിയോടൊപ്പം ഗവൺമെന്റ് ജോലി കൊടുക്കുമെന്നുള്ളതുകൊണ്ടാണല്ലോ ഈ ഗവൺമെന്റ് സെക്ടർ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടർ നിലനിൽക്കില്ലല്ലോ. ഗവൺമെന്റിന് തൊഴിൽ കൊടുക്കാൻ ഉത്തരവാദിത്വമുണ്ട്. പറയണം അർജുൻ, എന്താ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പിന്തുണയ്ക്കാം? സർ, ഞാൻ പേഴ്സണലി ഒരു എഞ്ചിനീയർ ആണ്. ഞാൻ ഗവൺമെന്റ് സാലറി ഒരു 5 മാസത്തെ സാലറി കൂട്ടി വെച്ച് എത്രയുണ്ടോ മന്ത്ലി സാലറി, അത്രയും സാലറി മേടിച്ചിരുന്ന അബ്രോഡ് വർക്ക് ചെയ്തിരുന്ന ഒരു എഞ്ചിനീയർ ആണ്. എന്റെ നാട്ടിൽ എനിക്ക് വർക്ക് ചെയ്യണം, ഇത്രയും വിദ്യാഭ്യാസം പഠിച്ചത് കൊണ്ട് തന്നെ നാട്ടിൽ ഗവൺമെന്റ് ജോലി വേണമെന്ന പ്രതീക്ഷയോടെ റിസൈൻ ചെയ്ത് വന്ന എക്സാം എഴുതിയ വ്യക്തിയാണ് ഞാൻ. റാങ്ക് ലിസ്റ്റ് വരും ചെയ്തു. എന്റെ ആദ്യത്തെ എക്സാം തന്നെ ക്രാക്ക് ചെയ്ത് ഞാൻ റാങ്ക് ലിസ്റ്റ് വരും ചെയ്തു. എനിക്ക് ഇത്രയും വാക്കൻസീസ് വന്നാൽ ഞാൻ സുഖകരമായിട്ട് ജോലിയിൽ പ്രവേശിക്കും ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് വാക്കൻസി വരുന്നില്ല? എന്നിട്ട് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വാക്കൻസി പോലും തരാത്ത KSRTCക്ക് വേണ്ടിയിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. അടുത്ത എക്സാം നടത്താണ്. ഇനി ഭൂരിപക്ഷം ജനങ്ങൾ ഇത് തന്നെ നിങ്ങൾ കേട്ടവർ ശ്രദ്ധിച്ചു കാണും. UPSTയിലെ ടീച്ചർമാർ ഇത് തന്നെ പറയുകയുണ്ടായി. ഈ നോട്ടിഫിക്കേഷൻ ഇവർക്ക് ജോലി കൊടുക്കാതെ വീണ്ടും നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് തട്ടിപ്പല്ലേ? ഇത് യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യ കമ്പനി ചെയ്യുകയാണെങ്കിൽ ആ സ്വകാര്യ കമ്പനി അറസ്റ്റ് ചെയ്യില്ലേ? അതായത് നിങ്ങൾ കേൾക്കുന്നവർ ഒരു കാര്യം മാത്രം ആലോചിക്കുക. ഇത് ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല, PSC അല്ല, സ്വകാര്യ കമ്പനികളാണ് ചെയ്യുന്നതെങ്കിൽ തൊഴിൽ തട്ടിപ്പെന്ന് പറഞ്ഞ് അവർക്കെതിരെ ആക്ഷൻ എടുക്കില്ലേ? ഗവൺമെന്റ് ചെയ്യുമ്പോൾ മാത്രം എന്താ? ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങളത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കൂടുതൽ ശ്രദ്ധ വരേണ്ട ഒരു വിഷയമാണ് കേട്ടോ. ഞാൻ അടക്കമുള്ളവർക്ക് പലപ്പോഴും ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ട വിഷയമാണ്. കാര്യം സർക്കാർ മേഖലയിലെ ജോലികളും തൊഴിൽ പ്രശ്നങ്ങളും സർക്കാർ തൊഴിൽ കൊടുക്കാത്തതും PSC അടക്കമുള്ള മെക്കാനിസം നന്നായി വർക്ക് ചെയ്യാത്തതും നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഇന്നും ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന, അതിന് വളരെ മൂല്യം കൽപ്പിക്കുന്ന, അത് രാജ്യസേവനവും രാഷ്ട്രസേവനവും ദേശസേവനവും കൂടിയാണെന്ന് തിരിച്ചറിയുന്ന, ഇപ്പൊ ഇദ്ദേഹം തന്നെ പറയുണ്ടായി, വിദേശത്ത് വർക്ക് ചെയ്ത് തിരിച്ചു വന്ന് നാട്ടിൽ വർക്ക് ചെയ്യാമല്ലോ, ഗവൺമെന്റ് ജോലിയുടെ ഒരു സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും കിട്ടാമല്ലോ എന്നടക്കം പറഞ്ഞ അർജുനെ പോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അർജുൻ, അവസാനം ഒരു മിനിറ്റിൽ എങ്ങനെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ സാധാരണക്കാർ നാട്ടുകാർക്ക് നിങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും? അതും കൂടെ പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഒരു പുതിയ വാക്കൻസി സൃഷ്ടിക്കാനോ റേഷ്യോ മാറ്റാനോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഉള്ള വാക്കൻസി, ഞങ്ങൾ ആ വാക്കൻസിക്ക് വേണ്ടിയാണ് രാവും പകലും പഠിച്ച് ഇത്രയും ഒരു റാങ്ക് ലിസ്റ്റ് ക്രാക്ക് ചെയ്ത് അതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഉള്ള വാക്കൻസി ഞങ്ങൾക്ക് തരിക. ഇപ്പൊ 1000-ഓളം പേര് ഈ റാങ്കിൽ, ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ മാത്രമേ ജോലി അന്വേഷിച്ച് നിൽക്കുന്നുണ്ട്. 1000-ഓളം പേര് നിൽക്കുമ്പോൾ 500-ഓളം വാക്കൻസി, ഇപ്പൊ ഞാൻ നിലവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 500-ഓളം തെളിവ് സഹിതം വാക്കൻസി നിൽക്കുകയാണ്. ഇത് തന്നു കഴിഞ്ഞാൽ ഇനിയും 5 മാസത്തോളം ഉണ്ട്. കാരണം പ്രിലിമിനറി എക്സാം ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും എല്ലാ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരാണ്. ഈ 500-ഓളം വാക്കൻസി തന്നാൽ ഞങ്ങൾ 1000 പേര് ചിലപ്പോൾ ജോലിയിലെത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തന്നില്ല, നിങ്ങൾക്ക് തരാതെ, എന്റെ ഒരു അറിവിന് വേണ്ടിയാണ്, തരാതെ വീണ്ടും പരീക്ഷ നടത്തിയാൽ എന്താ പറ്റുക? പുതിയ റാങ്ക് ലിസ്റ്റ് വരില്ലേ? 5 മാസം കഴിയുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഡിപ്രഷനിൽ പോകാം. ഞങ്ങൾ മറ്റേതെങ്കിലും പ്ലാൻ ബി അന്വേഷിച്ച് ഞങ്ങൾ പലരും മാറും. ബാക്കി 1800 പേര്, അടുത്ത വരുന്ന 1800 പേര് ഇതുപോലെ മുഖം മൂടി വെച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കഴിയുന്നത്ര എത്തിക്കാം. നമുക്ക് പരിചയമുള്ള, ഞാനിത് നിങ്ങളുടെ ഈ വീഡിയോ ചെയ്ത് മന്ത്രിമാരോടടക്കം എല്ലാ സർക്കാരോടും, ഇടത് വലത് മധ്യഭേദമന്യുള്ള സർക്കാരുകളോട് വളരെ എന്താ പറയണേ, താഴ്മയോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാനിതിൽ തമ്പനയിൽ ഇടാൻ പോകുന്നത് കേരള സർക്കാരിന്റെ തൊഴിൽ തട്ടിപ്പെന്നാണ്. യഥാർത്ഥത്തിൽ ഇതൊരു സ്വകാര്യ കമ്പനി ചെയ്താൽ അങ്ങനെ തന്നെ ചെയ്യില്ലേ? നമ്മളെല്ലാം പറയില്ലേ? പകരം കേരള സർക്കാർ ചെയ്യുമ്പോൾ മാത്രം അതിനൊരു തരം സേഫ്റ്റി ഗ്ലൗ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അർജുനെ പോലുള്ളവരുടെ സ്വരങ്ങൾ നമ്മൾ ഇനി എടുക്കും. അർജുൻ, നമ്മളിത് കാര്യമായി ഹൈലൈറ്റ് ചെയ്യും. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു കേട്ടോ. വെരി നൈസ്ലി ആർട്ടിക്കുലേറ്റഡ്. പ്ലീസ് ഫൈറ്റ് ഓൺ. നമ്മുടെ എല്ലാം കഴിയുന്നത്ര പിന്തുണയുണ്ടാവും. താങ്ക് യു.